ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ESSൻ്റെ ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തു. ഇത് സെക്കൻഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒരു 10 ക്വസ്റ്റ്യൻസ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ 10 ക്വസ്റ്റ്യൻസും മുന്നേ വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് ചെയ്തു തുടങ്ങാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, in the figure AB parallel to CD, that is this AB is parallel to CD and we have to find angle CDE. Okay, അപ്പം ആദ്യം നമ്മളിങ്ങനെ ഒരു പാരലൽ ലൈൻസിന്റെ ക്വസ്റ്റ്യൻ എത്തിക്കഴിഞ്ഞാൽ ആ പാരലൽ ലൈൻസ് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പം നമ്മൾ ഈ രണ്ട് പാരലൽ ലൈൻസും നമ്മൾ എന്ത് ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആംഗിൾ റിലേഷൻ പറയാനായിട്ട് പറ്റും. അപ്പം ഈ ഒരു ലൈൻ, അതായത് ഈ സ്ലാൻഡഡ് ലൈൻ നമ്മുടെ രണ്ട് പാരലൽ ലൈൻസിനെ കട്ട് ചെയ്യുന്ന ലൈനാണ്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്കിവിടെ ഈ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. ഈ ആംഗിളും തമ്മിൽ റിലേഷൻ ഇന്റീരിയർ ആംഗിൾസ് ആണ്. അപ്പം ഈ രണ്ട് ആംഗിൾസും ആഡ് ചെയ്താൽ വി ഹാവ് ടു ഗെറ്റ് 180 ഡിഗ്രി. സോ ഇവിടെ നമുക്ക് 100 ഡിഗ്രി ഉണ്ട്. സോ ഇവിടെ എത്രയായിരിക്കും? 100, 180 മൈനസ് 100 ചെയ്താൽ ഈ ആംഗിൾ നമുക്ക് 80 ഡിഗ്രി കിട്ടും. ഓക്കെ, സോ ഈ ആംഗിൾ 80 ആണെങ്കിൽ ഇതിൻ്റെ ലീനിയർ ആയിട്ട് വരുന്ന ഈ ഇന്റീരിയർ ആംഗിൾ എത്രയായിരിക്കും? ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? യെസ്, ലീനിയർ ആയിട്ട് വരുമ്പം ടോട്ടൽ ആംഗിൾ 180 വരണം. ഹിയർ വി ഹാവ് വൺ ആംഗിൾ ദാറ്റ് ഈസ് 80 ഡിഗ്രി. അപ്പം ബാക്കി വരുന്നത് എത്രയായിരിക്കും? 100 ഡിഗ്രി ആയിരിക്കും. 100 ഡിഗ്രി. സോ ഈ ആംഗിൾ, ഈ ഒരു ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ, ഞാൻ ട്രയാങ്കിൾ ഒന്ന് മാറ്റി വരയ്ക്കാം. ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ ഓൾറെഡി തന്നിട്ടുണ്ട് 30 ഡിഗ്രി. ഇപ്പം നമ്മൾ ഒരു ആംഗിൾ കണ്ടെത്തിയിട്ടുണ്ട് 100 ഡിഗ്രി. സോ ടോട്ടൽ 130 ഡിഗ്രി ഇവിടെ ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ട്രയാങ്കിളിൻ്റെ ഈ ഒരു ആംഗിൾ, അതായത് ഇവിടെയുള്ള ഈ ഒരു ആംഗിൾ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 180 മൈനസ് total angle 130. So we will get this angle as 50 degree. Okay. So if this angle is 50 degree, this angle is 50 degree, that is linear with this angle, that is angle CDE. So in the 180 minus that 50. So we will get 130 degree. ഈ ചോദിച്ച ആംഗിൾ എത്ര വരും? It is equal to 130 degree. ഓക്കെ, ഒന്നുകൂടെ പറയാം. So we have two parallel lines. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? We have to extend that parallel lines. Then ഈ ഒരു സ്ലാൻഡഡ് ലൈനെ ഈ രണ്ട് പാരലൽ ലൈൻസിനെയും കട്ട് ചെയ്യുന്ന ലൈനായിട്ട് നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, ഈ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് 100 ഡിഗ്രി. ഈ രണ്ട് പാരലൽ ലൈൻസിന്റെ ഇന്റീരിയർ ആയിട്ട് വരുന്ന രണ്ട് ആംഗിൾസ് ആണ്, കോ ഇന്റീരിയർ ആംഗിൾസ് ആണ്. അപ്പം ആ ആംഗിൾസ് എങ്ങനെയായിരിക്കും? ടോട്ടൽ 180 കിട്ടണം. സോ ഹിയർ വി ഹാവ് 100 ഡിഗ്രി, ബാക്കി ബാലൻസ് 180 ഡിഗ്രി ആണ്. സോ ആ ആംഗിൾ കിട്ടി. ഇനി ഇതിന് നമ്മൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ടോട്ടൽ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ആംഗിൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം അതിനു വേണ്ടി നമ്മൾ ഈ ഇന്റീരിയർ ആംഗിൾസ്, ട്രയാങ്കിളിൻ്റെ ഇന്റീരിയർ ആംഗിൾസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ 80 ലീനിയർ വിത്ത് ദിസ് ആംഗിൾ അല്ലേ? അപ്പം 180 ഡിഗ്രി ആണ് ടോട്ടൽ കിട്ടേണ്ടത്. സോ ഹിയർ വി ഹാവ് 80 ഡിഗ്രി. സോ ബാലൻസ് എത്ര വരും? 100 ഡിഗ്രി ആയിരിക്കും ഈ ഒരു ട്രയാങ്കിളിൻ്റെ നെക്സ്റ്റ് ആംഗിൾ. അപ്പം ഈ 100ഉം 30ഉം ആഡ് ചെയ്താൽ 130 ഓൾറെഡി കിട്ടി. അങ്ങനെയാണെങ്കിൽ തേർഡ് ആംഗിൾ എത്ര വരും? 50 ഡിഗ്രി വരും. തേർഡ് ആംഗിൾ, ഇന്റീരിയർ ആംഗിൾ 50 ഡിഗ്രി വരും. ഇനി ഈ 50 ഡിഗ്രിയും നമ്മളോട് ചോദിച്ച ആംഗിളും തമ്മിൽ ലീനിയർ ആണ്. സോ 180 മൈനസ് 50 ചെയ്താൽ വി വിൽ ഗെറ്റ് 130 ഡിഗ്രി. സോ ആംഗിൾ CDE എത്ര വരും? 130 ഡിഗ്രിയാണ് വരും. ക്ലിയർ? ഓക്കെ, സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
In figure PQ parallel to ST, അതായത് PQ എന്ന് പറയുന്ന ഈ ലൈനും ST എന്ന് പറയുന്ന ഈ ലൈനും പാരലൽ ആണെന്ന് പറഞ്ഞു. സോ നമ്മൾ പാരലൽ ലൈൻസിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു പാരലൽ ലൈൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു എക്സ്റ്റെൻഡ് ദാറ്റ് ലൈൻ. സോ we extended that line. Okay. Now we can say that this line, that is this slanted line എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പാരലൽ ലൈന് കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആംഗിൾ റിലേഷൻ ഈസി ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട അല്ലെ കണ്ടുപിടിക്കേണ്ട ആംഗിൾ എന്ന് പറയുന്നത് QRS ആണ്. അതായത് ഈ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ആ ആംഗിൾ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിളിന്റെ പാർട്ടല്ലേ? നോക്കിയേ, ആ ആംഗിൾ എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ട്രയാങ്കിളിന്റെ പാർട്ടാണ്. അപ്പൊ നമ്മൾ ട്രയാങ്കിളിന്റെ ആംഗിൾസ് മറ്റ് രണ്ട് ആംഗിൾസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് QRS കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ട ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് നോക്കിയേ, ഈ ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണെങ്കിൽ ഇതിന് ലീനിയർ ആയിട്ടുള്ള ഈ ആംഗിൾ എത്രയായിരിക്കും? എന്ത് ചെയ്താൽ മതി? 180 മൈനസ് 120 ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. സോ ഈ ട്രയാങ്കിളിന്റെ ഈ ഒരു ആംഗിൾ 60 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട് അല്ലേ? അപ്പം ഈ ആംഗിളും ഇതാ ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ആംഗിളും എത്രയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് 110 ഡിഗ്രി. ഇനി നമ്മുടെ ഈ ഒരു ട്രയാങ്കിളിന്റെ ഈ ഇന്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ഇതിന് ലീനിയർ ആയിട്ടാണ്, ഈ 110 ഡിഗ്രിക്ക് ലീനിയർ ആയിട്ടാണ്. സോ ടോട്ടൽ 180 കിട്ടണം. അതിൽ 110 തന്നിട്ടുണ്ട്. എന്ത് ചെയ്താൽ മതി? 180 മൈനസ് 110 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 70 ഡിഗ്രി കിട്ടും. സോ ഈ ആംഗിളും കിട്ടി. അതായത് ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഒരു ആംഗിൾ കാണാൻ എന്ത് ചെയ്താൽ മതി? 180 മൈനസ് the total angle, that is 70 plus 60. 70 plus 60 നമുക്കറിയാം 130 ആണ്. സോ 180 മൈനസ് 130 ചെയ്താൽ ആൻസർ എത്ര കിട്ടും? 50 ഡിഗ്രി. സോ ആൻസർ ഈസ് 50 ഡിഗ്രി. നമുക്ക് വേണ്ട ഈ QRS എന്ന് പറയുന്നത് എത്രയായിരിക്കും? 50 ഡിഗ്രി. ക്ലിയർ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. നിങ്ങൾ എപ്പോഴും പാരലൽ ലൈൻസ് കാണുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ആ പാരലൽ ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. ദെൻ നമുക്ക് അവിടെ ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ ട്രയാങ്കിൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ കണ്ടുപിടിക്കേണ്ട ആംഗിൾ കിട്ടും. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, in figure AB parallel to D. So first we have to extend this parallel lines. നമ്മൾ എന്ത് ചെയ്യണം? ഈ പാരലൽ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യും. ഫിഗർ ചെറുതായതുകൊണ്ട് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഈ പാരലൽ ലൈൻസ് എന്ത് ചെയ്യാം? കളർ ചേഞ്ച് ചെയ്യാം. ഈ പാരലൽ ലൈൻസ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യും. ഇതാ എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏത് ആംഗിളാ? ആംഗിൾ സി ആണ്. നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. നോക്കിയേ, ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ആംഗിളും കണ്ടുപിടിച്ച് നമുക്ക് ഈസി ആയിട്ട് ആംഗിൾ സി കണ്ടുപിടിക്കാൻ പറ്റും. രണ്ട് ആംഗിളും കണ്ടുപിടിക്കാനുള്ള ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ആംഗിള് 125 ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആംഗിളും എന്തായിരിക്കും? 125 ആയിരിക്കും. ഈ ആംഗിൾ 125 ആണെങ്കിൽ ലീനിയർ ആയിട്ടുള്ള ഈ ആംഗിൾ എത്ര വരും? 180 മൈനസ് 125, ദാറ്റ് ഈസ് 55 ഡിഗ്രി വരും. ഓക്കെ, 55 ഡിഗ്രി വരും. ഇനി ഇത് 110 ആണെങ്കിൽ ഇതിന്റെ ലീനിയർ ആംഗിൾ അല്ലേ ഇത്? ഈ ട്രയാങ്കിളിന്റെ അടുത്ത ആംഗിൾ അത് എത്ര വരും? 110 ആണെങ്കിൽ 180 മൈനസ് 110, ദാറ്റ് ഈസ് 70 ഡിഗ്രി വരും. സോ നമുക്ക് ആ ട്രയാങ്കിളിന്റെ ഈ ആംഗിൾ 55ഉം ഈ ആംഗിളും 70 കിട്ടി. സോ നമുക്ക് ആംഗിൾ സി കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ്? 180 മൈനസ് 55 പ്ലസ് 70. ആൻസർ എന്ത് വരും? ആൻസർ എന്ത് വരും? 55 ഡിഗ്രി വരും. ആൻസർ ഈസ് 55. ആംഗിൾ സി എന്ന് പറയുന്നത് ഈക്വൽ ടു 55 ഡിഗ്രി. ഓക്കെ.
ഓക്കെ, ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കിയേ, നമുക്ക് തന്നിട്ടുണ്ട് എ ബി പാരലൽ ടു സി ഡി. നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി എക്സ്റ്റെൻഡഡ് ആണ്. അപ്പം എ ബി പാരലൽ ടു സി ഡി എന്ന് പറയുമ്പം ഈ ലൈനും നമുക്ക് തന്നിട്ടുള്ള ഈ ലൈനും രണ്ടിനെയും ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ദാ ഈ ലൈനും രണ്ടു പേരെയും ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്കി ഫസ്റ്റ് നമുക്ക് ഈ ഒരു L1 എന്ന് പറയുന്ന ലൈൻ സെലക്ട് ചെയ്യാം. ഓക്കെ, L1 ഈ ആംഗിൾ എന്ന് പറയുന്നത് 80 ആണെങ്കിൽ അതിന്റെ ഇന്റീരിയർ ആംഗിൾ ആയിട്ടുള്ള ഇയാളും കൂടെ ടോട്ടൽ എത്ര വരും? 85 ഡിഗ്രിയും y എന്ന് പറയുന്ന ആംഗിളും കൂട്ടിയാൽ വി ഹാവ് ടു ഗെറ്റ് 180 ഡിഗ്രി. നമുക്ക് 180 ഡിഗ്രി കിട്ടിയിരിക്കണം അല്ലേ? അപ്പം ഇത് 180 ഡിഗ്രി കിട്ടണമെങ്കിൽ y എത്രയായിരിക്കും? y = 180 മൈനസ് 85 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്ര കിട്ടും? 95 ഡിഗ്രി കിട്ടും. സോ y ആയില്ലേ? ആയില്ലേ? ഇനി y കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ 80 ഡിഗ്രി എന്തിനായിരിക്കും തന്നിട്ടുണ്ടാവുക? ഈ 80 ഡിഗ്രിയുടെ കറസ്പോണ്ടിങ് ആംഗിൾ ഏത് വരും? ഇതാ ഈ ആംഗിൾ വരും. സോ അത് 80 ഡിഗ്രി ആയിരിക്കും. അപ്പൊ അതിന് ലീനിയർ ആയിട്ടല്ലേ എക്സ് ഇരിക്കുന്നത്. സോ 180 മൈനസ് 80 ചെയ്താൽ ഇവിടെ എത്ര വരണം? 100 ഡിഗ്രി വരണം. സോ ഇത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വേഗം ചെയ്യാൻ പറ്റും. നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് കിട്ടും. ക്ലിയർ ആയോ? ഓക്കെ. Then fifth question. Find angle CDE ആണ്. CDE ആംഗിൾ CDE. ഡീറ്റെയിൽ എന്താ തന്നത്? എ ബി പാരലൽ ടു, നമ്മൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ ആംഗിൾ വ്യത്യാസമുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പം നേരത്തെ നമ്മൾ എന്താ ചെയ്തത്? ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തു, പാരലൽ ലൈൻസ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പം നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തു. കാണുന്നുണ്ടല്ലോ, ട്രയാങ്കിൾ നമുക്ക് കിട്ടി. ഇതാ ഈ ഒരു ട്രയാങ്കിൾ കിട്ടി. നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ആംഗിൾസ് എല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഏത് കണ്ടുപിടിക്കാം? ആംഗിൾ CDE എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ഈ സ്ലാൻഡഡ് ലൈൻ ഇതിനെ കട്ട് ചെയ്യുന്ന ലൈനാണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ അല്ലേ ഇത്? ഓക്കെ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ അല്ലേ? പേപ്പർ ഒന്ന് തിരിച്ചു വെച്ച് നോക്കിയാൽ ഈസി ആയിട്ട് മനസ്സിലാവും. ഈ 120 ഡിഗ്രിയുടെ കറസ്പോണ്ടിങ് ആംഗിൾ ആണ് ഈ ട്രയാങ്കിളിന്റെ ഈ ഒരു ആംഗിൾ. അപ്പൊ അത് ഈക്വൽ ആയിരിക്കും. സോ അത് 120 ഡിഗ്രി. ഓൾറെഡി രണ്ട് ആംഗിൾ കിട്ടിക്കഴിഞ്ഞു. സോ 180 മൈനസ് 120 പ്ലസ് 30 ചെയ്താൽ തേർഡ് ആംഗിളും നമുക്ക് കിട്ടും. എത്ര വരും? തേർഡ് ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് 150 വരും. അപ്പൊ 30 ഡിഗ്രി വരും. സോ 30 ഡിഗ്രിയാണ് ഈ ട്രയാങ്കിളിന്റെ ഈ ഒരു ആംഗിൾ. ദറ്റ് ഈസ് 30 ഡിഗ്രി. അത് 30 ആണെങ്കിൽ അതിന് ലീനിയർ ആയിട്ടുള്ള ആംഗിൾ അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ 180 മൈനസ് 30 ചെയ്ത് കഴിഞ്ഞാൽ we will get 150 ഡിഗ്രി. സോ ദിസ് ആംഗിൾ is 150 ഡിഗ്രി. ആംഗിൾ CDE എന്ന് പറയുന്നത് 150 ഡിഗ്രി ആയിരിക്കും. ഇത് നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണ്, വാല്യൂസ് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ഓക്കെ, നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യൻ. സിക്സ്ത് ക്വസ്റ്റ്യനിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ QEB. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ നിങ്ങളെപ്പോഴും ഇങ്ങനെ ആംഗിൾ Q, ആംഗിൾ E ഇങ്ങനെ പഠിച്ചിട്ടുള്ളൂ അല്ലേ? അപ്പൊ ആംഗിൾ QE എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് അതിന്റെ സെൻട്രൽ ആയിട്ടുള്ള ആൽഫബറ്റ് ഏതാ? E ആണ്. സോ ആ E ആയിരിക്കും അവിടുത്തെ ആംഗിൾ. സോ QEB. അപ്പൊ ഇതാണ് നമ്മുടെ ആംഗിൾ. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഈസിയാണ്. AB പാരലൽ ടു CD ആണ്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നോക്കിയേ, ഇത് 120 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾ ആയിട്ടുള്ള ഇയാൾ ആരാ? 120 ഡിഗ്രി ആയിരിക്കും. നമ്മൾ എപ്പോഴും നോക്കുക അവിടെ ട്രയാങ്കിൾ ഉണ്ടോ. നമ്മൾ കണ്ടുപിടിക്കേണ്ട ആംഗിളിന്റെ
തൊട്ടടുത്ത് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. സോ ആ ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാൻ പറ്റിയ ഈസി ആയിട്ട് നമുക്ക് ചോദിച്ച ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് 120 ആണെങ്കിൽ അതിൻ്റെ ക്രോസ് ആയിട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ ആയിട്ട് വരുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? 120 ആയിരിക്കും അല്ലേ? അപ്പൊ അത് 120 ആണെങ്കിൽ 120 + 40 എത്ര വരും? 60 വരും അല്ലേ? 160 വരും. ആ 160യും 180ന്ന് ആ 160 കുറച്ച് കഴിഞ്ഞാൽ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? 20 വരും. ദാറ്റ് ഈസ് ഈ ആംഗിൾ എത്ര വരും? 20. സോ നമുക്ക് ആ ട്രയാങ്കിളിന്റെ ടോട്ടൽ ആംഗിളും കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അപ്പൊ അത് 20 ആണെങ്കിൽ അതിന് ലീനിയർ ആയിട്ടുള്ള ആംഗിൾ ആണ് നമ്മളോട് ചോദിക്കുക QEB. സോ അത് 20 ആണെങ്കിൽ ലീനിയർ ആയിട്ടുള്ള ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 180 മൈനസ് ദ 20 ദറ്റ് ഈസ് 160 സോ ചോദിച്ച ആംഗിൾ എത്രയായിരിക്കും? 160. ശ്രദ്ധിക്കുക, എപ്പോഴും ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാനോ അല്ലെങ്കിൽ അത് രണ്ട് പാരലൽ ലൈൻസിനെ കട്ട് ചെയ്യുന്ന ലൈനോ ഉണ്ടായിരിക്കും അവിടെ. നമുക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും തരിക. അപ്പൊ അത് ആദ്യം നോക്കേണ്ടത് ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു പാരലൽ ലൈനിനെ കട്ട് ചെയ്യുന്ന ഒരു ലൈൻ അവിടെ ഉണ്ടോ എന്നൊക്കെയാണ് നോക്കേണ്ടത്. എപ്പോഴും കറസ്പോണ്ടിങ് ആംഗിളും ഇന്റീരിയർ ആംഗിൾസും ഒക്കെ തന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ തന്നെ നമുക്ക് ആൻസർ വേഗം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സെവൻത്ത് ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഞാൻ ഇതാണ് 110 ആയിട്ട് മാർക്ക് ചെയ്തത്, പക്ഷെ അതല്ല 110. ഓക്കെ, ഈ ആംഗിൾ ആണ് 110 ആയിട്ട് തന്നിട്ട്. ഏതാങ്കിൾ? ഇതാ ഈ ആംഗിൾ, ഈ ഇന്റീരിയർ ആംഗിൾ അല്ല, ഈ പുറത്തെ ഈ ഒരു ആംഗിൾ ആണ് തന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ ഈ സെയിം ഫിഗർ ഞാൻ ഇവിടെ വരയ്ക്കാൻ നോക്കാണ്. ഇത് കുറച്ച് വലുതായിട്ട് വരയ്ക്കാം. അതായത് ഈ ആംഗിൾ 110 ആണെങ്കിൽ അതിന് ലീനിയർ ആയിട്ടുള്ള ഈ കുഞ്ഞു ട്രയാങ്കിളിന്റെ, ഈ സ്മോൾ ട്രയാങ്കിളിന്റെ ഇന്റീരിയർ ആംഗിൾ എത്രയായിരിക്കും? 70 ആയിരിക്കും. സോ ഇത് 70 ആയിരിക്കും. 70 അല്ലെ? ഇത് 70 ആണെങ്കിൽ ഈ ഈ 150ന്റെ തൊട്ടടുത്തുള്ള ആംഗിൾ എത്രയായിരിക്കും? 150ന്റെ തൊട്ടടുത്തുള്ള ആംഗിൾ, അതായത് 150ന് ലീനിയർ ആയിട്ടുള്ള ഈ രണ്ട് ട്രയാങ്കിൾ ഇങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ 70. ഇനി ഇത് 110 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ? ഈ 110 ഇതും ലീനിയർ ആണ്. അപ്പൊ ഇത് എത്ര വരും? 70 വരില്ലേ? സോറി, 115 ആണ് തന്നത്. അപ്പൊ 115 ആവുമ്പം ആ ആംഗിൾ എത്ര വരും? 65 വരും. 65, അതായത് ഇവിടുത്തെ ഈ ആംഗിൾ 65 വരും. സോ ആ ട്രയാങ്കിളുടെ രണ്ട് ആംഗിൾസ് കിട്ടി. അങ്ങനെയാണെങ്കിൽ തേർഡ് ആംഗിൾ കണ്ടുപിടിക്കാൻ ഈസിയാണ്. എത്ര വരും? തേർഡ് ആംഗിൾ ആണ് കണ്ടുപിടിക്കുമ്പം 180 മൈനസ് 70 + 65. 180 മൈനസ് 70 + 65 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇത് 45 ആയിട്ട് കിട്ടും. അതായത് ഈ മൂന്നാമത്തെ ആംഗിൾ 45. അതിന് നേരെ ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ ഇത്? സോ അത് എന്ത് വരും? 45 വരും. ഇത് 45 ആണ്. ഇത് ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ? എത്ര വരും? 180 മൈനസ് 45 ചെയ്താൽ ഈ ഇന്റീരിയർ ആംഗിൾ ആയിട്ടുള്ള ഇത് കിട്ടും. ദാറ്റ് ഈസ് 135. ഫിഗർ കുറച്ച് ചെറുതാണ്, അതുകൊണ്ടാണ് കൺഫ്യൂഷൻ വരുന്നത് കേട്ടോ. അപ്പം നിങ്ങളിത് മാറ്റി വരച്ച് നോക്കുക. എന്നിട്ട് ആ ട്രയാങ്കിൾ ഫോം ചെയ്തിട്ട് ആ ട്രയാങ്കിളിന്റെ ഇന്റീരിയർ ആംഗിൾസ് എല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഈ 45 കിട്ടും. ഈ 45 കിട്ടിക്കഴിഞ്ഞാൽ ഈ രണ്ട് ആംഗിൾസ് ആഡ് ചെയ്താൽ എത്ര കിട്ടണം? 180 കിട്ടണം. അപ്പൊ 180 മൈനസ് ദാറ്റ് 45, 135 കിട്ടും. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ, നൗ 8th ക്വസ്റ്റ്യൻ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് 8th ക്വസ്റ്റ്യൻ. ഈ മൂന്ന് ലൈൻസും, അതായത് ABCD ആൻഡ് EF, 3 ലൈൻസ് ആർ പാരലൽ ടു ഈച്ച് അതർ. അപ്പം പാരലൽ ആണ്, അവർ പരസ്പരം പാരലൽ ആണ്. അപ്പം ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് 85 ആണെങ്കിൽ ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ആംഗിൾ എത്ര വരും? 85 വരും.
ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരലൽ ലൈനിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ ആണ് ഇത്. സോ അതും എന്ത് വരും? 85. ഇത് 85 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ അതിന് ലീനിയർ ആയിട്ടുള്ളതാണ്. സോ 180 മൈനസ് 85 ചെയ്താൽ നമുക്ക് ആ ഒരു ആംഗിളും കിട്ടും. എത്ര വരും? യെസ്, 95 ഡിഗ്രി. എക്സ് ഈക്വൽ ടു 95 ഡിഗ്രി. ഓക്കെ, ഇനി നയൻത്ത് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ നയൻത്ത് ക്വസ്റ്റ്യൻ ഈ ഡി എച്ച് എന്ന് പറയുന്ന ഈ ഒരു ലൈനും ഇ എഫ് എന്ന് പറയുന്ന ഈ ഒരു ലൈനും ദർ പാരലൽ. ഓക്കെ, ആ രണ്ട് പാരലൽ ലൈൻസിനെ കട്ട് ചെയ്യുന്ന ലൈനാണ് ഈ ഒരു ലൈൻ അല്ലേ? ഓക്കെ, ഇനി ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പാരലൽ ലൈൻസിനെ നോക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ടോ, പാരലൽ ലൈനെ കട്ട് ചെയ്യുന്ന ലൈൻ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം എന്നാണ് ആദ്യം പറഞ്ഞത്. സോ ഇവിടെ ട്രയാങ്കിളും ഫോം ചെയ്തിട്ടുണ്ട്, പാരലൽ ലൈൻസിനെ കട്ട് ചെയ്യുന്ന ഇതും ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഈ ആംഗിൾ നമ്മൾ ഈ ട്രയാങ്കിളിനെ നോക്കണ്ട, ഇപ്പം നമ്മളത് ഒബ്സർവ് ചെയ്യേണ്ട. നമ്മൾ ഈ ഒരു പാരലൽ ലൈനും അതിനെ കട്ട് ചെയ്യുന്ന ലൈനും മാത്രം നോക്കുക. അപ്പം ഈ ലൈനും അതായത് ഈ ആംഗിളും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? അത് ഇന്റീരിയർ ആംഗിൾസ് ആണ് അല്ലേ? അത് കോ ഇന്റീരിയർ ആംഗിൾസ് ആണ്. അപ്പൊ ആ ആംഗിൾ തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് 180 കിട്ടണം. സോ വി ഹാവ് 70 ഡിഗ്രി. നമ്മൾ എന്ത് ചെയ്താൽ മതി? 180 മൈനസ് 70 ഡിഗ്രി ചെയ്താൽ നമുക്ക് 110 ഡിഗ്രി കിട്ടും. ഇത് എത്ര വരും? 110 ഡിഗ്രി വരും. നോക്കിയേ, ഇനി നമ്മൾ ട്രയാങ്കിളിലേക്ക് പോവാണ്. ഈ 110 ഡിഗ്രിയും ഈ ആംഗിളും തമ്മിൽ റിലേഷൻ ഉണ്ടോ? ഉണ്ടല്ലോ, ദേ ആർ ഈക്വൽ. അപ്പം അതും 110 ഡിഗ്രി. സോ നമ്മൾ ആ ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾസ് ഓൾറെഡി കിട്ടി. 110 ഡിഗ്രി പ്ലസ് 40 ഡിഗ്രി, ദാറ്റ് ഈസ് 150 ഡിഗ്രി ടോട്ടൽ കിട്ടി. ഇനി ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 180 മൈനസ് ദാറ്റ് 150 അല്ലെ? എത്ര കിട്ടും? 30 ഡിഗ്രിയാണ് ആൻസർ വരിക. സോ ഈ ആംഗിൾ ജെ എച്ച് ഐ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ഈസി ആയിട്ട് കിട്ടില്ലേ? നമ്മൾ നമ്മുടെ പാരലൽ ലൈൻസിനെ കട്ട് ചെയ്യുന്ന ലൈൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ദെൻ ഒരു ട്രയാങ്കിൾ അവിടെ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് വേണ്ട ആംഗിളും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ തന്നെ ആൻസർ ആയി. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കുറേ പേര് ഡൗട്ട് ചോദിച്ചത്. നമ്മൾ ആ വാല്യൂസ് തരുന്നതിന് പകരം അവര് അതിന്റെ ആ ഒരു ആംഗിളിന്റെ നെയിമാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, അതായത് വാല്യൂസ് ഒന്നും തന്നിട്ടില്ല, ഇങ്ങനെ ഈക്വൽ ആണോ അല്ലെങ്കിൽ ടോട്ടൽ 180 ഡിഗ്രി ആണോ എന്നുള്ളതൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? തന്ന ഓരോ ഓപ്ഷൻസും നമ്മുടെ ഫിഗറിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, തന്ന ഓപ്ഷൻസ് എല്ലാം ഫിഗറിൽ അപ്ലൈ ചെയ്യാം. സോ ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയേ, ആംഗിൾ എ ആർ എസ്. അപ്പൊ നമ്മൾ അത് ഏതാണെന്ന് ചെക്ക് ചെയ്യാം. സോ ആംഗിൾ ഞാൻ പറഞ്ഞു സെന്ററിലുള്ള ആൽഫബറ്റ് ഏതാണെന്നാണ് നോക്കുന്നത്. ആറാണ് അല്ലെ? എ ആർ എസ്, ദാറ്റ് ഈസ് ഈ ആംഗിൾ. ഈ ആംഗിൾ ആണ് പറഞ്ഞത്. ടോട്ടൽ 180 കിട്ടണം. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിലെ ആംഗിൾസ് ആഡ് ചെയ്താൽ ടോട്ടൽ എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അപ്പൊ അതാണ് ക്വസ്റ്റ്യൻ. അപ്പം ആംഗിൾ എ ആർ എസും ആംഗിൾ സി എസ് ക്യൂ, അതായത് ഈ ആംഗിളും, ഓക്കെ, അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ വി ഹാവ് ടു ഗെറ്റ് 180. അങ്ങനെയാണ് അവർ പറയുന്നത്. കിട്ടുമോ? ഇല്ല, കിട്ടില്ല. കാരണം എന്താണ്? ഈ രണ്ട് ആംഗിൾസും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്, ദേ ആർ ഈക്വൽ. അപ്പം ഇത് ആൻസർ ആയിട്ട് കിട്ടില്ല. ദെൻ നെക്സ്റ്റ് വൺ, ആംഗിൾ പി ആർ ബി. ആംഗിൾ പി ആർ ബി. സോ ഈ ആംഗിൾ ആണ് പറയുന്നത്. ഞാൻ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഈ ആംഗിൾ ആണ് അവർ പറയുന്നത്. പ്ലസ് ആംഗിൾ സി എസ് ക്യു. സി എസ് ക്യു, ഇതാ നേരത്തെ പറഞ്ഞ ആംഗിൾ. ഇത് തമ്മിൽ എന്തെങ്കിലും പെട്ടെന്ന് നിങ്ങൾക്ക് ആ റിലേഷൻ മനസ്സിലാവില്ല. അപ്പൊ അതിന്റെ അടുത്ത ആംഗിളിലേക്ക് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഈ ആംഗിളും കറസ്പോണ്ടിങ് ആംഗിൾ അല്ലേ? ദാറ്റ് മീൻസ് ദേ ആർ ഈക്വൽ. ഇത് രണ്ടും ഈക്വൽ. ഇതും ഈ ആംഗിളും ഈക്വൽ ആണ്. അപ്പം ഈ ആംഗിളും തമ്മിൽ റിലേഷൻ ഉണ്ടോ? ഉണ്ടല്ലോ, ദേ ആർ ഓൾസോ ഈക്വൽ.
സോ എന്ത് ചെയ്യില്ല, ഇവരെല്ലാം ഈക്വൽ ആണ്. സോ അത് ആഡ് ചെയ്താൽ എന്ത് കിട്ടില്ല, 180 ഡിഗ്രി കിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ആംഗിൾ പി ആർ എ. ആംഗിൾ പി ആർ എ ആണ്. ഇതാ ഈ ആംഗിൾ, ഈ ആംഗിളും ആംഗിൾ ക്യു എസ് ഡി, ക്യു എസ് ഡി, ഈ ആംഗിളും ആഡ് ചെയ്താൽ 180 ഡിഗ്രി കിട്ടും എന്നാണ് സി ഓപ്ഷൻ പറയുന്നത്. നോക്കാം, ഈ ആംഗിളും ഈ ആംഗിളും തമ്മിൽ കറസ്പോണ്ടിങ് അല്ലേ, സോ ദേ ആർ ഈക്വൽ. അപ്പം ഇതും ഈക്വൽ ആണ്. ഇനി ഇതും ഈ ബ്ലൂ ആംഗിളും എങ്ങനെയാണ്, അവരും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്, അവരും ഈക്വൽ ആണ്. സോ 3 ആംഗിൾസും ഈക്വൽ ആണ്. ആഡ് ചെയ്താൽ എന്ത് കിട്ടില്ല, 180 ഡിഗ്രി കിട്ടില്ല. ഓക്കെ, ഇനി ഒരു ഓപ്ഷനേ ഉള്ളൂ ഡി. അപ്പം അതായിരിക്കും ആൻസർ. പക്ഷെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ പി ആർ എ, ആംഗിൾ പി ആർ എ, angle PRA, this angle, and angle CSQ, CSQ, CSQ. ഓപ്ഷനിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. angle PRA and angle CS. സോറി ഇഷ്യൂ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ലാസ്റ്റ് ഓപ്ഷൻ ആണ്, ആംഗിൾ പി ആർ എ. അപ്പൊ ഞാനത് ഇവിടെ മാർക്ക് ചെയ്യാം, പി ആർ എ. ദെൻ പറഞ്ഞത് ആംഗിൾ സി എസ് ക്യു. എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, ചെക്ക് ചെയ്യൂ. പി ആർ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ അല്ലേ ഇത്, ആർ എസ് സി അല്ലേ. അപ്പം അത് രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, ഇതും ഈക്വൽ ആണ്. ഇനി ഈ ആംഗിളിന് ലീനിയർ ആയിട്ട് വരുന്ന ആംഗിൾ അല്ലേ ഇത്. സോ ഇതിപ്പോ എക്സ് ആണെങ്കിൽ ഇത് വൈ ആണെങ്കിൽ എക്സ് പ്ലസ് വൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടിയിരിക്കണം, 180 കിട്ടിയിരിക്കണം. സോ ആംഗിൾ പി ആർ എ എന്ന് പറഞ്ഞാലും ഇതിപ്പോ സപ്പോസ് 30 ഡിഗ്രി ആണെങ്കിൽ ഇതും എന്തായിരിക്കും, 30 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പം ഇതിനെ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരുന്ന പോലെ നമുക്ക് ചെയ്യാം. ഈ ആംഗിളും ആഡ് ചെയ്താൽ നമുക്ക് 180 കിട്ടണം. സോ ഓപ്ഷൻ എന്ത് വരും, ഡി ഓപ്ഷൻ വരും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 180 ഡിഗ്രി കിട്ടും. ക്ലിയർ. അപ്പൊ ഇങ്ങനെ വേർഡ്സിൽ അത് അല്ലെങ്കിൽ ഫിഗറിലെ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് ഓപ്ഷൻ എങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഓരോ ഓപ്ഷൻസും നമ്മുടെ ഫിഗറിൽ അപ്ലൈ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ ഇങ്ങനെ നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ നോക്കി നോക്കി ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഫിഗറിൽ നോക്കി വരച്ച് ചെയ്യണം, അല്ലെങ്കിൽ ആൻസർ കിട്ടില്ല കേട്ടോ. അപ്പൊ ഇത്രയാണ് 10 ക്വസ്റ്റ്യൻസ് ആണ്. എങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അപ്പൊ ഈ 10 ക്വസ്റ്റ്യൻസും നമുക്ക് മുന്നേ പ്രീവിയസ് USSന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം എല്ലാ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. ഫസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കിട്ടില്ല. അപ്പം നമ്മൾ പറയുന്ന ആ ഒരു ഐഡിയ അപ്ലൈ ചെയ്ത് നോക്കുക. പാരലൽ ലൈൻസ് ഉണ്ടോ, ആ പാരലൽ ലൈൻസിനെ കട്ട് ചെയ്യുന്ന ലൈൻ വരുന്നുണ്ടോ, ട്രയാങ്കിൾ വരുന്നുണ്ടോ, ട്രയാങ്കിളിന്റെ ഇന്റീരിയർ ആംഗിൾസ് കണ്ടുപിടിച്ചാൽ അവർ ചോദിച്ച ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതുകൂടാതെ പാരലൽ ലൈൻസിന്റെ ആംഗിൾസ് തമ്മിലുള്ള റിലേഷനും പഠിച്ചു വെക്കണം. ഏതൊക്കെ ആംഗിൾസ് ആണ് ഈക്വൽ ആയിട്ട് വരുന്നത്, ഏതൊക്കെ ആംഗിൾസ് ആഡ് ചെയ്താൽ 180 കിട്ടും, അതെല്ലാം നോക്കി വെക്കണം. അല്ലാതെ നമുക്ക് പാരലൽ ലൈൻസിന് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റില്ല. എല്ലാം ഈ ഒരു കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടേ ഒരു ഫിഗർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ പാരലൽ ലൈൻ ക്വസ്റ്റ്യനിൽ. അപ്പം ആ റിലേഷൻസ് എല്ലാം പഠിച്ചു വെച്ചാൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇത് കണ്ടു കഴിഞ്ഞ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ക്ലിയർ ചെയ്തിട്ട് പോവാം കേട്ടോ. ഓക്കെ, ബാക്കി ഇനിയുണ്ട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.